ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നതിനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യ സഭയിൽ വളരെ ഗൗരവമായ ഒരു ദൈവശാസ്ത്രപരമായ തർക്കം ഉടലെടുക്കുന്നു. പൗലോസ് സ്ഥാപിച്ച സഭകളാണ് ഗലാത്യയിൽ ഉണ്ടായിരുന്നത്. ഈ സഭകളിൽ ചുരുക്കം യഹൂദരും കൂടുതൽ വിജാതീയരായ ക്രിസ്തുമത വിശ്വാസികളുമായിരുന്നു. ഇവരുടെ ഇടയിലെ ഒരു തർക്കം ഉടലെടുക്കുന്നു. യഹൂദന്മാർ ജാതിയിൽ നിന്ന് വന്ന വിശ്വാസികളോട് മോശയുടെ ന്യായപ്രമാണം പാലിക്കണമെന്നും പരിച്ഛേദന ഏൽക്കണമെന്നും നിഷ്കർഷിക്കുന്നു. ഈ തർക്കം അറിഞ്ഞ പൗലോസ് വളരെ കോപാകുലനാവുകയും മനോഭാരത്തോടും കൂടി എഴുതുന്നതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. പൗലോസ് ഇവിടെ ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു കാര്യം, ന്യായപ്രമാണം പാലിക്കുന്നത് വഴി നമ്മൾക്ക് നീതീകരണം ലഭിക്കുകയും നമ്മൾക്ക് നീതീകരണം ലഭിക്കുന്നത് ക്രിസ്തുവിൽ കൂടെ ആണ്. ഗലാത്യയിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതിൻ പ്രകാരം അവർക്ക് പാപമോചനം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ ഇടയിൽ ചില യഹൂദ വിശ്വാസികൾ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ന്യായപ്രമാണം പാലിക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് വളരെ വ്യക്തവും ശക്തവുമായി പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയും. ക്രിസ്തുവിൽ കൂടെയുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം വളരെ വ്യക്തമായി പൗലോസ് ഇവിടെ പറയുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമുക്ക് നീതീകരണം നൽകുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അതുല്യത എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഉള്ള സ്വാതന്ത്ര്യം ആണ്. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ ന്യായപ്രമാണത്തിൻ്റെ ഒരാ കുരുക്കുകളിൽ നിന്നും മോചിതനാണ്. എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ഈസ് നോട്ട് ബൗണ്ട് ബൈ ദി ജൂയിഷ് ലോസ്, ഹി ഈസ് എ ലിബറേറ്റഡ് ബിലീവർ. ഒരു ന്യായപ്രമാണത്തിനും നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്തതുപോലെ ഒരു ന്യായപ്രമാണവും പാലിക്കുവാനുള്ള ബാധ്യതയും നമ്മൾക്കില്ല. എന്ന് പറയുമ്പോൾ ഒരു ന്യായപ്രമാണം പാലിക്കാതെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം എന്നല്ല. യേശുക്രിസ്തു തന്നെ പല പ്രാവശ്യവും മോശയുടെ ന്യായപ്രമാണങ്ങളെ ലംഘിക്കുന്നതായി നാം കാണുന്നുണ്ട്. ശബ്ബത്ത് നാളിൽ സൗഖ്യമാക്കുന്നതും കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നതും ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. എന്നാൽ യേശു ന്യായപ്രമാണങ്ങളെ ലംഘിച്ചത് നന്മ ചെയ്യുവാനായിട്ടായിരുന്നു. ന്യായപ്രമാണങ്ങളെ ലംഘിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രർ ആവുന്നു എങ്കിലും പൗലോസ് വളരെ ഊന്നി പറയുന്ന ഒരു കാര്യം, നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾക്ക് സ്വതന്ത്രരായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഈ ലോകത്തിന് അനുരൂപമായ ഒരു സ്വാതന്ത്ര്യം അല്ല, ക്രിസ്തു നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ ബാധ്യസ്ഥരായവരാണ്. ക്രൈസ്തവ മൂല്യങ്ങളും ക്രൈസ്തവ ധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകുന്നുണ്ടോ എന്ന് ഈ നോയമ്പ് കാലയളവിൽ ഒരു പുനർചിന്തനം നടത്തുവാൻ നമ്മൾക്ക് കഴിയണം. ഇവിടെ യഹൂദൻ എന്നും വിജാതീയൻ എന്നും ഉള്ള വേർതിരിവ് ഇല്ലാതാക്കി
അവരെയൊക്കെ ഒന്നാക്കുന്ന ഒരു സുവിശേഷമാണ് പൗലോസ് പ്രസ്താവിക്കുന്നത്. ദർ ഇസ് നോ എത്നിക് ഡിഫറൻസസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്. എവിടെയൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ തിരുത്തി നമുക്ക് ഈ നോൻപ് കാലയളവിൽ ക്രൂസിനെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ പ്രയാണം തുടരാം. ഇതിന് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തു ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ നമ്മൾക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നോയമ്പ് കാലയളവിൽ അങ്ങയെപ്പറ്റി കൂടുതൽ അറിയുവാനും ഞങ്ങൾ വന്നുപോയിട്ടുള്ള കുറവുകളെപ്പറ്റി ചിന്തിക്കുവാനും അവ ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഉള്ളിൽ ഉള്ളവരായി ക്രൈസ്തവ മൂല്യങ്ങളും ക്രൈസ്തവ ധർമ്മങ്ങളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അതിനെ പ്രാപ്തരാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.